നമുക്കെല്ലാവർക്കും മനസ്സുതിരിക്കാനുള്ള നേതാവ് സയ്യിദുൽ വജൂദ് ഖാതിമുൽ അംബിയാ ശഫീഉൽ മുദ്നിബീൻ അശ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി ജല്ലികോ മൗലായ സല്ലി വസല്ലം من أبدا على حبيبك خير الخلق كلهم محمد سيد الكونين وثقلين والفريقين بالقرب ومن عجم جلك مولاي الخلق كلهم ഹബീബായ നബി തങ്ങളോർത്ത് സ്വലാത്ത് ചൊല്ലിക്കൗമ്മ നിങ്ങളൊക്കെ മകളുടെ ഖബറിന്റെ ഉള്ളിൽ സന്തോഷം കിട്ടാൻ എന്നിട്ട് പ്രാർത്ഥിച്ചോ ഉമ്മ. ഈ ഉമ്മ മടങ്ങിപ്പോയി പിന്നെ സ്വലാത്തല്ലാത്ത മറ്റൊരു സമയമില്ല. മകളെ കാണണമെന്ന് ആശിച്ച് ചോദിച്ചതല്ലേ. മകളെ ഖബറിന്റെ വേദന കണ്ടിട്ട് ഉമ്മാന്റെ മനസ്സ് നൊന്തുപോയി, ഉമ്മാന്റെ മനസ്സ് വേദനിച്ചു പോയി. ഇനി സ്വലാത്ത് കൈയൊഴിക്കുന്ന പരിപാടിയില്ല. എന്റെ മകളുടെ ഖബറിന്റെ ഉള്ളിൽ ഒരു സന്തോഷം കണ്ടിട്ടല്ലാതെ ഇനി സ്വലാത്ത് നിർത്തുന്ന പരിപാടിയില്ല. ഈ ഉമ്മ ഏത് സമയത്തും സ്വലാത്ത് തന്നെ. ഒരു ദിവസം ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുമ്പോ സ്വപ്നത്തിലൊരു പെണ്ണ് വന്നിട്ട് പറയുന്നു, ഹസനുൽ ബസരി തങ്ങളെ, നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തിയത് വല്ലാത്തൊരു അലാബിൽ നിന്നാണ്. എനിക്ക് നിങ്ങളോടുള്ള നന്ദി തീരൂല. കിരീടം ധരിച്ചു വന്ന പെണ്ണിനോട് നീ എവിടെയാണ് മോളെ എന്ന് ചോദിക്കുന്നു. അവളെ മറുപടിയാ, നിങ്ങളൊരിക്കൽ ഖബറിന്റെ അദാബ് പറഞ്ഞ് കരഞ്ഞ ഉമ്മയില്ലേ, ആ ഉമ്മാന്റെ മോളാ. എന്റെ ഉമ്മനോട് നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ എന്റെ ഉമ്മ സ്വലാത്ത് അധികരിപ്പിച്ചു പോയി. ഇവിടെ ഖബറിന്റെ അടുക്കൽ വന്നവരും സ്വലാത്ത് ചൊല്ലിപ്പോയി. സ്വലാത്തിനെ അധികരിപ്പിച്ചിട്ട് എനിക്ക് കിട്ടിയോ? എന്റെ ഖബറിന്റെ ഉള്ളിലെ അദാബ് ഉയർത്തിപ്പോയി. എന്റത് മാത്രമല്ല, ഈ മൈതാനിയിൽ കിടക്കുന്ന 500 ചില്ലാനം ആളുകളെ ഖബറിലുള്ള അദാബ് ഹബീബായ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ഹദിയ ചെയ്തപ്പോ അല്ലാഹു ഉയർത്തിപ്പോയി. ആ ഹബീബായ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ ഉമ്മമാരെ, ചെറുപ്പക്കാരെ. എത്ര തിരക്ക് പിടിച്ച സമയമാണെങ്കിലും ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് മറന്നു പോകണ്ട. ദിക്റ് ചൊല്ലുന്ന നാവ് നമ്മളെ നാവിനെ നമ്മൾ മാറ്റുള്ളൂ. ഗീബത്ത് പറയുന്ന സ്വഭാവമുള്ള നാവിനെ സ്വലാത്ത് പതിവാക്കുന്ന നാവാക്കി മാറ്റുള്ളൂ. ചീത്ത വിളിക്കുന്ന നാവിനെ സ്വലാത്ത് ചൊല്ലാനുള്ള നാവാക്കി നമ്മൾ മാറ്റുള്ളൂ. അതുപോലെ നമ്മുടെ നാവുകളിൽ വരുന്ന തെറിവിളകളെ കൈയൊഴിച്ച് നാവിനെ സ്വലാത്ത് പതിവാക്കിക്കോ. അത് വിഷമങ്ങൾ നീങ്ങാൻ നല്ലതാണ്, പ്രയാസങ്ങൾ നീങ്ങാൻ നല്ലതാണ്, ഖൈറുകൾ കിട്ടാനത് നല്ലതാണ്, വിഷമങ്ങൾ നീങ്ങാനത് നല്ലതാണ്, ആഗ്രഹങ്ങൾ നിറവേറാനത് നല്ലതാണ്, മക്കള് നന്നാകാനത് നല്ലതാണ്, പരലോക വിജയത്തിനത് നല്ലതാണ്. ഏതാശ വെച്ച് നീ ചൊല്ലിയോ അത് കിട്ടാനത് നല്ലതാ. കാരണം റഹ്മത്തുൽ ആലമീങ്ങളെ തെറി വിളിക്കാനില്ല, പണ്ഡിതന്മാരെ നിസാരപ്പെടുത്താനില്ല, അവരെ കുറ്റവും പോരായ്മയും നോക്കാനില്ല. അവര് ദിക്റിലാണ്, അവര് ധാരാളം നാവ് കൊണ്ട് ഖുർആനോദാനുള്ള തിരക്കിലാണ്. എന്നാ പരാജയം സംഭവിച്ച മഹാൻ, അതേ പരാജയം സംഭവിക്കുന്നവരുടെ അടയാളം എന്താണ്? രണ്ടാമത്തെ അടയാളമായി മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത് അവർക്ക് ദുന്യവിയായ ചിന്തയല്ലാതെ അവരെ മനസ്സിലുണ്ടാകൂല. നാവെടുത്താൽ അവർ കളവല്ലാതെ പറയൂല, നാവ് കൊണ്ടവര് ദീപത്തല്ലാതെ പറയൂല, നാവ് കൊണ്ട് നമീമത്തല്ലാതെ അവർ പറയൂല, നാവ് കൊണ്ട് ചീത്ത വിളിയല്ലാതെ അവർക്ക് പതിവില്ല. നാവ് കൊണ്ട് നല്ലത് ചെയ്യണം,
ചെയ്യണമെന്ന ചിന്ത അവർക്കില്ല. ഇത് പരാജയത്തിന്റെ അടയാളമാണ്. റബ്ബേ, പാവപ്പെട്ട അടിമകളായ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. സ്വലാത്ത് ചൊല്ലുന്ന ഖുർആൻ ഓതുന്ന നാവിനെ നീ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. മൂന്നാമതായി വിജയം കൈവരിച്ച മഹാന്മാരുടെ അടയാളം പണ്ഡിതന്മാര് പറയുന്നു, അയ്യകൂന ഖലീലൽ ഖൗമി ഫീ ഖൗലി ഫീമാ ലാ യഹ്താജു ഇലൈഹി. ആവശ്യമില്ലാത്തത് അവർ സംസാരിക്കൂല, ആവശ്യമില്ലാത്ത വിഷയത്തിൽ അവരിടപെടൂല. അവര് വളരെ കുറഞ്ഞ സംസാരം സംസാരിക്കുന്നവരാണ്. അവർ കൂടുതൽ സംസാരിക്കൂല. മഹാന്മാരുടെ വിജയം കൈവരിച്ച മഹാന്മാരുടെ അടയാളമായി മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അവർ കൂടുതൽ സംസാരിക്കൂല, അവർ കൂടുതൽ സംസാരിക്കുന്നത് ഇഷ്ടപ്പെടൂല. ആവശ്യമില്ലാത്ത ചർച്ചകൾ അവർ ഇഷ്ടപ്പെടൂല. ആവശ്യമില്ലാത്ത വിഷയത്തിൽ ചർച്ച ചെയ്യാൻ അവര് താല്പര്യപ്പെടൂല. വിജയം കൈവരിച്ച മഹാന്മാരുടെ അടയാളമായി പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ വിജയത്തെ പരാജയം സംഭവിച്ച മഹാദേവന്മാടികളെ കുറിച്ച് മഹാന്മാരായ ആളുകൾ പറയാണ്, ധാരാളം പറയുന്ന നാവാണ് അവരെ നാവ്. അവര് ധാരാളം ഗീബത്ത് പറയുന്ന നാവിന്റെ ഉടമകളാണ്. നാവ് കൊണ്ട് സംസാരിച്ചാലോ തെറിയല്ലാതെ അവർ പറയൂല. അനാവശ്യമല്ലാത്ത സംസാരമല്ലാതെ അവരെ നാവിൽ നിന്ന് വരൂല. കൈയടിക്കണേ മുസ്ലിമേ. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ചില നാടുകളിൽ ഒരു പുതിയ ട്രെൻഡ് കാണുന്നു. ആ ബക്കറ്റ് പോകുന്നുണ്ട്, അപ്പൊ നല്ല സംഭാവന കൊടുക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറഞ്ഞാൽ പിന്നെ സംഭാവന കൊടുക്കേണ്ടി ആമീൻ പറയാത്ത അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി എല്ലാവരും കൊടുക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈറിന് ധാരാളം തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ പറഞ്ഞു വന്നത്, ഇപ്പൊ ഒരു പുതിയ ട്രെൻഡ് കാണുന്നു. എന്താണ് ട്രെൻഡ്? ചില ആളുകളെ വിളിക്കുമ്പോ ദേശന്റെ മോനെ എന്ന് വിളിച്ച് അഭിവാദ്യം ചെയ്യൽ ഒരു വലിയ ട്രെൻഡാണ് ചില ചെറുപ്പക്കാർക്കിടയിൽ. എങ്ങനെ ദേശന്റെ മോനെ ഞാൻ കുറച്ച് നന്നാക്കിയതാണ്, കാരണം എന്താ കൊണ്ട് പറയാൻ പറ്റൂല. ദേശന്റെ മോനെ എന്ന് വിളിച്ചിട്ട് അഭിവാദ്യം ചെയ്യാം. എങ്ങനെ? അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന് പകരം എന്തൊക്കെയാ ദേശന്റെ മോനെ, നീ എവിടുന്നാ വരുന്നതെന്ന് ചോദിക്കുന്ന ചില ആളുകൾ. എവിടുന്നാണ് ഈ സംസ്കാരം കിട്ടിയത്? പരിശുദ്ധ ദീനുൽ ഇസ്ലാം ആരെയാണ് നിസാരപ്പെടുത്താനും നിന്ദിപ്പെടുത്താനും നമുക്ക് സമ്മതം തന്നത്? ഒരു നായെ പോലും നിസാരപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞ മതമല്ലേ പരിശുദ്ധ ദീനുൽ ഇസ്ലാം? എന്നിട്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നിസാരപ്പെടുത്തുന്ന വിധത്തിൽ